guys, welcome back to my channel Shali World. അപ്പോൾ ഗായ്സ് കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളെ ഫാമിലി എല്ലാവരും ഒത്തുകൂടി. കാരണം എന്താണെന്ന് നാളിൻ്റെ അമ്മേൻ്റെ മോളെ മുട്ടായി കൊടുക്കലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുകൂടി. അപ്പോൾ ഇന്ന് ഒരു അൽഫാം ഉണ്ടാകും, ചിക്കൻ ചൂടാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പോയി സാധനം വാങ്ങി ചിക്കൻ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത് താഴെ കേക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒന്ന് ചിക്കൻ ചൂടാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. കാരണം കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഒരു ഇതില്ലല്ല, അപ്പോൾ ഏതായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചുടുന്നതിനായിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും എല്ലാം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലോട്ട് പോകാം. ഇനിയിപ്പോൾ കേക്കുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് കാന്തേക്കിനൊക്കെ കാണിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും വീടിനോടുത്ത് ചിക്കൻ. അപ്പോൾ നമ്മൾ ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ചിക്കനിലെ ഈ നെയ്യും പിന്നെ ആ ചോര എല്ലാം വൃത്തിയാക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ വൃത്തിയാക്കി. അപ്പോൾ നമ്മളിപ്പോൾ കായൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കി. ഇപ്പോൾ അതവിടെ ഓല് ഗ്രില്ല് ഇപ്പോൾ വാങ്ങാൻ നിന്ന്, പക്ഷേ കിട്ടിയിട്ടില്ല അവിടുന്ന്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു കമ്പി ആയത് കൊടുത്ത് ഒക്കെ ഓലവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കായൊക്കെ തേച്ച് ഇപ്പോൾ ഗ്രില്ല് സെറ്റാക്കി ആ കരിയെല്ലാം വാങ്ങി ചിരട്ടയിലോട്ട് കത്തിച്ചാൽ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും പണിയെടുക്കുന്നിടത്തേക്ക് പോവാം. അപ്പോൾ ഞാനതിനിപ്പോൾ വേർത്ത് കുറേ നേരം അടങ്ങനെ നിന്ന് കല്ലൊക്കെ എടുത്ത് സെറ്റാക്കി. ഇപ്പം നമുക്ക് ഏതായാലും ഇനി അങ്ങോട്ട് പോവാം. അപ്പം നമ്മളിപ്പോൾ ഇത് കല്ല് വെച്ചിട്ടാണ് സെറ്റാക്കിയത്. ഇപ്പോൾ കത്തിച്ച് കൊണ്ട് നിൽക്കുകയാണ്. കാരണം ആ കമ്പി വെക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ തീ കനലാക്കാണ്. അപ്പോൾ ഇതിപ്പോൾ കനലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മളെ ഗ്രില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗ്രില്ല് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഇല്ല, സാധനം ഇല്ല, ഓല് കൊടുത്തുകണെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ കടയിൽ പോകാൻ തോന്നിയില്ല. അപ്പോൾ അവിടെ ചോദിച്ചാൽ പോലെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഏതായാലും ഇപ്പോൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ പോലെ തീ കത്തിച്ചിട്ട് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം. ഇതിപ്പോഴും നമുക്ക് കനലായി കിട്ടിയിട്ടില്ല. കാരണം ഇതിന് കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇത് ചെയ്തവർക്ക് അറിയാം. ഇതിപ്പോൾ നമ്മളെല്ലതും വെച്ചിട്ടാണ് കത്തിക്കണം ഓലക്കൊടി. കാരണം മണ്ണെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ചോയ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലേതൊട്ട് സെറ്റാക്കാണ്. അപ്പോൾ ഇത് കത്തിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത് ഇതിൽ. ഇപ്പോൾ നമ്മൾ വെറും പോസ്റ്റാണ് അവിടെയാണ് കത്തി കിട്ടണില്ല. അത് കത്തി ഒന്ന് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തി കിട്ടണില്ല, എടങ്ങാറാണാകാം. അപ്പോൾ ഏതായാലും ഇനി കത്തി കഴിഞ്ഞിട്ടൊക്കെ ബാക്കി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കത്തി കഴിഞ്ഞിട്ട് കാണാം. ഹലോ പറ കുഞ്ചോ, ഒരു ചാറ്റ് കൊടുക്ക്. കുഞ്ചോ ഒരു ചാറ്റ് കൊടുക്ക്. കുഞ്ചോ ഒരു ചാറ്റ് കൊടുക്ക്. ആ ഓള് ചെരുപ്പ് മതി. ഒരു ഹായ് കൊടുക്ക്. ഹായ്. ആ ഫോണല്ല, ഒരു ഹായ് കൊടുക്ക്. നമ്മളിപ്പോൾ ഇതാ ഉള്ളിലേക്ക് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഇതുണ്ട്, എന്താണ് ചൂടുണ്ട്, നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. അപ്പോൾ എന്തായാലും അവിടെ നിന്നിട്ട് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഉള്ളിലേക്ക് പോകുന്നത്. ഇനി അത് കത്തി ഒന്ന് ഒരു മീഡിയം ലെവൽ, ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ ചുട്ടോരുണ്ടെങ്കിൽ, അപ്പോൾ ആ ലെവലിൽ എത്തണം എന്ന് പറഞ്ഞ് ഉപ്പൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ റൂമിൽ പോകുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ ഇപ്പോൾ ഇത് കത്തി കിട്ടാൻ നല്ല പാടുണ്ട്. ഇത് ഇങ്ങനെ കരി ആയി കിട്ടാൻ കരി ഇട്ടിങ്ങനെ ഇത് ഫസ്റ്റ് ഈ ചകിരിയും പിന്നെ ചിരട്ടിയിട്ട് അതൊന്ന് കത്തിച്ച്, പിന്നെ കരിയുണ്ട് കുറേ, അത് വാങ്ങിയിട്ടിങ്ങനെ. അപ്പോൾ ഈ ചകിരിയും ചിരട്ടിയുണ്ടല്ല, അത് കരി പോലെ ഒരു ഇതിലാവണം. എന്നാലാണ് നമുക്ക് ഇത് ഗ്രില്ല് ആ സാധനം വെച്ചിട്ട് പോയി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കത്തിയൊന്നും ഇതാണ്, കാരണം ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇത് എന്താണെന്നാവോ എനിക്ക് തന്നെ അറിയാം. ഞാൻ വിചാരിച്ച് പെട്ടെന്നാവേ കറി, ഇത് എത്ര നേരം നിന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് റെഡി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് കുറേ ഉണ്ട്, കത്തി കരയായി വന്ന് ഇനിയുണ്ട്. ഇതിങ്ങനെ 2 വീഴ്ചയിൽ വെച്ചുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒന്നും കൂടി നല്ലപോലെ ആവണം എന്നാണ് പറഞ്ഞത്. ഇതാ ഈ വയലറ്റ് ഷർട്ടിടും എൻ്റെ മാമനാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് വെച്ചാൽ പല സ്ഥലത്തേക്കും പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കുറേ ഇതൊക്കെ അറിയാം. അപ്പോൾ
ആളാണ് എല്ലാത്തിനും മുമ്പിൽ നിൽക്കൽ. ഇങ്ങനെ ചുടുന്നതിനൊക്കെ കാത്തിൻ്റെ മൂപ്പരല്ല, ചുടേണ്ടതിൻ്റെ ആ ഇത് പറഞ്ഞ ട്രിക്ക് പറഞ്ഞല്ലോ അതൊക്കെ. പിന്നെ കുറേ നേരത്തിന് നമ്മളൊന്ന് ഗ്രില്ല് വെച്ച് നോക്കി. ഇതിൻ്റെ നേർക്കണ്ട് കനലായിട്ടില്ല, എന്നാലും നമ്മൾ ഗ്രില്ലൊന്ന് വെച്ച് നോക്കി. പക്ഷെ അത് വെക്കുമ്പോൾ നല്ല ഇതിങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ട് അത് വെച്ചില്ല. നമ്മൾ എടുത്ത് തന്നെ ചെയ്ത് അവിടെ വെച്ചില്ല. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമുക്ക് എല്ലാം സെറ്റായി. നമ്മൾ ചിക്കനെല്ലാം വെച്ച് ഒക്കെ കറിയൊക്കെ നല്ലപോലെ പിടിച്ചൊക്കെ ഒരേമാതിരി ആവേണ്ട രൂപത്തിലായി. അങ്ങനെ നമ്മൾ ചുടാൻ തുടങ്ങി. എടാ പ്ലീസ് ഒറ്റ വീഡിയോയിലും ആടാ എന്താ ഒറ്റ ഇരിക്കൂലേ? ഒരൊറ്റ വീഡിയോയിൽ ഇരിക്കൂലേ? ഒരൊറ്റ ജസ്റ്റ് ഒന്ന് ഇരുന്നാ ഈ വീഡിയോയില്. ആ അപ്പോൾ കുറേ നേരത്തെ ഒരു ഇതുകൊണ്ട് നമുക്ക് അത് കത്തി കിട്ടി. പിന്നെ ആ ഗ്രില്ല് വെച്ച് ഇപ്പോൾ അത് കോഴി വെച്ച് ചുട്ട് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇവല വോയിസ് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഇതായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് ഞാൻ ക്ലിയർ ചെയ്താണ് ഇടൽ. അപ്പോൾ അതിന് സീനില്ല. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ നേരത്തെ ഒരു ഇതുകൊണ്ട് ഏകദേശം കരി ശരിയായി, എല്ലാം റെഡി കഴിഞ്ഞ്. ഇത് ആയി കിട്ടണമെങ്കിൽ ഒരു 2 മണിക്കൂർ കുറച്ച് ഒരു 24 പോയിന്റ് കംപ്ലീറ്റ്. അപ്പോൾ ഒരു 2 മണിക്കൂർ മിക്കവാറും എടുക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഓരോ കോഴി ചുരുണ്ടും കണ്ടുകൊണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് കോഴി ചുരുണ്ടയിലോട്ട് പോയി. വേറെ ഒന്നുമില്ലല്ലോ, കോഴി ചുടാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴിൻ്റെ ഇപ്പോൾ കഴിക്കാൻ എടുത്ത് ചപ്പാത്തി ഉണ്ട്. കാരണം രാത്രി പൊറോട്ട വാങ്ങിയിട്ടില്ല. അപ്പോൾ ഏതായാലും ചപ്പാത്തി ആണ് നമ്മൾ ചപ്പാത്തിയും ഇതുമാണ് പറഞ്ഞിട്ടുള്ളത്. ചെന്നിറങ്ങനൊക്കെ ആട്ടി കളിക്കുകയും. അപ്പോൾ ഏതായാലും നമ്മൾ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഇത് കടിക്കുക. നമുക്ക് അടുത്തത് കുഞ്ചോട് കല്ല്. അപ്പോൾ ഗായ്സ് ഏതായാലും നമ്മൾ വീഡിയോ ഇടൽ നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വീഡിയോ ഇപ്പം ഗ്രില്ല് ചെയ്യണല്ല, അത് ഇങ്ങനെ കുറേ കാണിച്ചാൽ നിങ്ങൾക്കും ചടക്കും. കാരണം ഇത് പറഞ്ഞു വരുന്ന വോയിസ് കാരണം എടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ എടുക്കൽ എല്ലാം സെറ്റായി കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നോക്കില്ല, ആ ടൈമിൽ എടുക്കുള്ളൂ. ഇപ്പോൾ ഏതായാലും 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇതന്നെ കാണിച്ചു കൊണ്ടുവന്നാൽ ആർക്കായാലും ബോറടിക്കും. അപ്പോൾ നമുക്ക് അതായി പൊരിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം അടുത്തത്. അപ്പോൾ ഏതായാലും ഇനി അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു അടിപൊളി ചിക്കനായിട്ട് നമുക്ക് കിട്ടി. ഇതും മയോണൈസും കൂട്ടി അടിച്ച് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഏകദേശം 10 മണിയോളമായി. ഏതായാലും നമുക്ക് കിട്ടി സാധനം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്ക് ആ ചിക്കൻ കിട്ടി. അത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വൈൻഡപ്പ് വീഡിയോ അപ്ലോഡും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഇന്നലെ എല്ലാവരും ഉണ്ടേന് ഇവിടെ വീട്ടിൽ. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ എടുക്കുമ്പോൾ ഒരു 2 മണിയോളം അയക്കണം. കാരണം എല്ലാവരും ലുഡെല്ലാം കളിച്ച് നല്ല സെറ്റായി നല്ല ഉഷാറിലായി ഇന്നലെ. അപ്പോൾ ഇന്നലെ ഏതായാലും വിടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങളെ വെയിറ്റ് ചെയ്യുക. സീ യു സൂൺ. പീസ്.